ഹലോ എവറിവൺ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആറ്റം പാർട്ട് 4 ആണ്. ബോർ മോഡലിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ ദ്വൈത സ്വഭാവം, ആറ്റോമിക സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ, വൈദ്യുത കാന്തിക തരംഗങ്ങളും തരംഗ ദൈർഘ്യവും, ഗാമ റേസ് ഈസ് സ്മോളർ ദാൻ എക്സ് റേസ്, എക്സ് റേസ് ഈസ് സ്മോളർ ദാൻ യു വി റേസ്, ഗാമ റേസ് ഈസ് സ്മോളർ ദാൻ infrared infrared is smaller than UV rays. Okay, UV rays is smaller than ദൃശ്യ പ്രകാശം. ദൃശ്യ പ്രകാശം is smaller than infrared rays. Infrared is smaller than microwaves. Microwaves is smaller than radio waves. ക്വാണ്ടം തിയറി. മാക്സ് പ്ലാങ്ക് ഒരു വസ്തു വികിരണോർജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്നത് ക്വാണ്ട എന്ന് വിളിക്കുന്ന ഊർജ പൊതികളെയാണ്. പ്രകാശ ക്വാണ്ടയെ ഫോട്ടോൺ എന്ന് വിളിക്കുന്നു. ഓരോ ക്വാണ്ടത്തിന്റെയും ഊർജം അതിന്റെ ആവൃത്തിക്ക് ഫ്രീക്വൻസിക്ക് നേർ അനുപാതത്തിലാണ്. ഇ പ്രൊപ്പോർഷണൽ ടു ആർ. ഇ ഈസ് ഈക്വൽ ടു എച്ച്. എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. എത്രയാണ് വാല്യൂ? 6.626 into 10⁻⁻34 JS. Planck's constant H is equal to 6.626 into 10⁻⁻34 JS. Photoelectric effect. Heinrich Hertz. ചില ലോഹങ്ങളിൽ കെ ആർ ബി സി എസ് പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം. ഓക്കെ, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഹെയ്ൻറിച്ച് ഹെർട്സ്. ചില ലോഹങ്ങളിൽ കെ ആർ ബി സി എസ് പതിക്കുമ്പോൾ ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്ന പ്രതിഭാസം. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇലക്ട്രോണുകൾ ഉത്സർജിക്കണമെങ്കിൽ പതിക്കുന്ന പ്രകാശത്തിന് ഒരു കുറഞ്ഞ ആവൃത്തി എങ്കിലും ഉണ്ടായിരിക്കണം. ഈ കുറഞ്ഞ ആവൃത്തിയെ ത്രഷ്ഹോൾഡ് ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നു. അതിന് അനുയോജ്യമായ കുറഞ്ഞ ഊർജത്തെ ത്രഷ്ഹോൾഡ് എനർജി അല്ലെങ്കിൽ വർക്ക് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നു. ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകളുടെ ഊർജം പതിക്കുന്ന പ്രകാശത്തിന്റെ ഫ്രീക്വൻസിയെ ആശ്രയിക്കുന്നു. ഉത്സർജിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശ കാഠിന്യത്തിന് നേർ അനുപാതത്തിലായിരിക്കും. പ്രകാശം പതിച്ച ഉടനെ തന്നെ ലോഹപ്രതലത്തിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുന്നു. ബോർ ആറ്റം മാതൃക. ഓർബിറ്റ് ഷെല്ല് ഊർജ നിലകൾ എന്നും വിളിക്കുന്ന ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകാര പാതയിലൂടെ ഇലക്ട്രോണുകൾ പരിക്രമണം ചെയ്യുന്നു. ഇവയെ 1, 2, 3, 4 or KLM ബോർ ആറ്റം മാതൃക. ഓർബിറ്റ്സ് ഷെല്ല് ഊർജ നിലകൾ എന്ന് വിളിക്കുന്ന ന്യൂക്ലിയസിന് ചുറ്റുമുള്ള വൃത്താകാര പാതയിലൂടെ ഇലക്ട്രോണുകൾ പരിക്രമണം ചെയ്യുന്നു. ഇവയെ 1, 2, 3, 4 or KLMN എന്ന് സൂചിപ്പിക്കാം. ഈ സംഖ്യകളെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് N എന്ന് വിളിക്കുന്നു. ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ കറങ്ങുമ്പോൾ അവയ്ക്ക് ഊർജ്ജമാറ്റം സംഭവിക്കുന്നില്ല. ഓക്കെ, ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റുകളുടെ ഊർജവും ന്യൂക്ലിയസിൽ നിന്നുള്ള ആരത്തിനും മാറ്റം ഉണ്ടാകില്ല. ന്യൂക്ലിയസും ഓരോ ഓർബിറ്റും തമ്മിലുള്ള ആരം Rn is equal to A0 into n square. A0 is equal to 52.9 pm. ഓക്കെ, ഒന്നാമത്തെ ഓർബിറ്റും ന്യൂക്ലിയസും തമ്മിലുള്ള ആരം എത്രയാണ്? R1 is equal to
52.9 into 1 square. Okay, R1 is equal to 52.9 into 1 square is equal to 52.9 pm. ബോർ ആരം. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണുകളുടെ ഊർജം En is equal to minus RH by RH into 1 by n square. RH is equal to minus 2.18 into 10 raised to minus 8 per joule per J. E1 is equal to minus 2.18 into 10 raised to minus 18 per J. ഓക്കെ, ഒരു ഓർബിറ്റിൽ നിന്നും വേറെ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ നീങ്ങുമ്പോൾ മാത്രമേ ഊർജ്ജ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.